ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിയ വ്ളോഗ്സ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം അത്ര സുഖകരമായിരുന്നില്ല ഞങ്ങളുടെ ദിവസങ്ങൾ. ചെക്കനുവിന് യൂറിന് പോവാതെ 2-3 ദിവസമായിട്ട് യൂറിൻ പോയിരുന്നില്ല. അപ്പോൾ അവനായിട്ട് ഞങ്ങൾ അർജൻറ്റായിട്ട് തൃശ്ശൂർ പോയിരുന്നു. മണ്ണുത്തിക്കാണ് പോയത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളവിടെ കറക്റ്റ് 12:05 എത്തിയിരുന്നു. പക്ഷേ 12 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും, അതായത് OP ക്ലോസ് ആക്കും അത്ര. പിന്നുള്ളത് അവിടെ എമർജൻസി കേസ് വന്നാൽ അത് നോക്കാമെന്നല്ലാതെ. അപ്പോൾ ഞങ്ങളവിടെ 2 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ നല്ല കാഴ്ചകളും കണ്ടു കേട്ടോ. ഈ വളർത്തുമൃഗങ്ങളൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഞാൻ ഒരാളെ കൂടിയും കണ്ടിരുന്നു. അതായത് ഇവരിനൊക്കെ ചികിത്സിക്കാൻ ആൾക്കാരുണ്ട്, തന്നെ ചികിത്സിക്കാൻ ആരുമില്ല, താൻ തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ച് കാലൊടിഞ്ഞൊരു നായ ഹോസ്പിറ്റലിലേക്ക് കയറി വന്നത് ഞാൻ കണ്ടിരുന്നു. അതവിടെ കുറേ നേരം നിന്ന് അവിടെ ഉള്ളവരൊക്കെ ഫുഡും കൊടുത്തിരുന്നു, ബിസ്ക്കറ്റൊക്കെ കൊടുത്തിരുന്നു. രാവിലെ ഇവളെയും മിയനെയും ചെക്കനെയും കൂട്ടിയിട്ടാണ് പോയിരുന്നത്. രാവിലെ ഇവരിനെ കൊണ്ടുവരുമ്പോൾ രണ്ടാളും ഭയങ്കര ഉറക്കമായിരുന്നു. മിയ പെട്ടെന്ന് ഉണർന്നപ്പോൾ അത് ഇവിടെയാണ് എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷയിൽ അവൾ ഫുള്ളും ചുറ്റും കണ്ണ് വീർപ്പിച്ച് നോക്കുന്നുണ്ട്. ഒരുപാട് നേരമുള്ള അന്താളിപ്പിൽ ഇങ്ങനെ നോക്കിയിരുന്നിരുന്ന് എന്താണ് എവിടെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാവാത്ത രീതിയിൽ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ കൂടൊന്ന് അടച്ചെടുത്ത്, ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ, ടെൻഷൻ അടിക്കണ്ട വെച്ചാൽ ആ കൂടെ അടച്ചെടുത്ത്. ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ചെക്കനും. അവനക്ക് പിന്നെ 2-3 ദിവസമായിട്ട് യൂറിന് പോവാത്തതുകൊണ്ട് ആ ഒരു പെയിനും ഉണ്ടായിരുന്നു. അവന് ഭയങ്കര ഇടങ്ങാറായിട്ട് രണ്ടാൾക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. മഴക്കാലം ആയതുകൊണ്ടാണ് എന്താ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ അവരിനായിട്ട് പോകുന്നത്. ഇവരനെ നോക്കിയിരുന്ന് 2 മണി ആയതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സമയമൊക്കെ വേഗമാണ് കഴിഞ്ഞത്. OP ഇല്ലെങ്കിലും എമർജൻസി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടുന്ന് ടോക്കൺ എടുത്ത് നിന്നിട്ട് ഇവരെ നേരെ എന്ത് ചെയ്തു, നേരെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വേണ്ടി കയറ്റി. കാഷ്വാലിറ്റിയിലാണ് കയറ്റിയിരുന്നത്. എന്താ പറയുക, തിരക്കിലായതുകൊണ്ട് ചെക്കനൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ സൈഡിലും ഉമ്മ വേറെ സൈഡിലായിരുന്നു. ഉമ്മാൻ്റെ കൂടെയായിരുന്നു ചെക്കനുണ്ടായിരുന്നത്. ഇപ്പോൾ ചെക്കനുവിൻ്റെ മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്, ഇനി എന്താവും അറിയില്ല. അപ്പോൾ അവൻ്റെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ പറഞ്ഞയച്ചു. ട്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, യൂറിന് പോവാത്തതുകൊണ്ട് ട്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവനെ കാണിച്ച് തിരിച്ചു പോണതാണിത്. അപ്പം ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ, ബൈ.